ഉല്ലാസ് പന്തളം ഈ പേര് കേട്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. അദ്ദേഹം ഒരു വലിയ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഉല്ലാസ് പന്തളം നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്? അസുഖം ഭേദമായി വരുന്നുണ്ട്, ചെറിയ ആശ്വാസമുണ്ട്. ഈ സ്റ്റിക്കിൻ്റെ സഹായത്തോടെ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഓണത്തിന് പ്രോഗ്രാമിന് ഇറങ്ങാൻ പോകുന്നു. ഇപ്പോൾ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്, അവരെ കാണുമ്പോൾ ആത്മവിശ്വാസമുണ്ട്. അവരാണല്ലോ എൻ്റെ ആത്മവിശ്വാസം. സഹപ്രവർത്തകരാണ് എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പറയണം, ഈ പ്രാവശ്യം പരിപാടിക്ക് ഇറങ്ങണമെന്ന് എന്നും പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പോൾ എന്താ പകുതി ആരോഗ്യം, നമ്മൾ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ റിലാക്സ് ആകുമല്ലോ, അപ്പോൾ ആരോഗ്യം കുറേ കൂടി മെച്ചമാകുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഈ ഓണത്തിന് തൊട്ട് പരിപാടിക്ക് ഇറങ്ങാനുള്ളൊരു തീരുമാനമെടുത്തത്. ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു മുഖ്യധാരയിൽ നിന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു അല്ലേ? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മൾ സജീവമായിട്ടൊരു ഫീൽഡിൽ നിന്നിട്ട് പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മാനസിക പ്രയാസം ഉണ്ടാകും. അതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷത്തിന് മുമ്പ് ഈ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 25 വർഷത്തിന് ശേഷം ഞാനൊരു രണ്ടാമത് ഒരു റീ എൻട്രി വന്നപ്പോൾ അമ്മയുടെ തിരുസന്നിധിയിൽ നമ്മുടെ പോസ്റ്റർ പൂജിച്ച് പ്രകാശനം ചെയ്യാനും രണ്ടാമത് തുടങ്ങാനും ഒരു ഭാഗ്യമുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമുകളൊക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് പ്രോഗ്രാമൊക്കെ ഏകദേശം ഓണത്തിൻ്റെ ഏകദേശമൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട്. തിരുവോണം, തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി, ഇത്രയും ഡേറ്റുകളായി. സീസണിലേക്കുള്ള കുറച്ച് ഡേറ്റുകളൂടെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓണത്തിൻ്റെ പ്രോഗ്രാമിനാണല്ലോ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം ഓണത്തിന് ഇത്രയും ഡേറ്റുകളായിട്ടുണ്ട്. അതിനോടൊപ്പം ഉല്ലാസണ്ണൻ്റെ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ പ്രോഗ്രാമിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉല്ലാസ് പന്തളം എന്ന് മലയാളികൾ കേൾക്കുമ്പോൾ എത്ര ടെൻഷനുള്ള ആളുകളാണെങ്കിലും അവർ ടെൻഷൻലെസ് ആവും, മനസ്സിലൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ എല്ലാ മലയാളികൾക്കുമുണ്ട്. അത് തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നാണ് വിശ്വാസം. അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. നമ്മൾ പണ്ട് ചെയ്ത പോലെ ഇപ്പോൾ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന അത്രയും നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കും. പക്ഷേ മലയാളികൾ, അങ്ങേ സ്നേഹിക്കുന്ന മലയാളികൾ അങ്ങ് ഏതവസ്ഥയിലാണെങ്കിലും സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ സപ്പോർട്ട് ഉറപ്പാണ്. അങ്ങനെയാണ് ഒരു പ്രതീക്ഷ എല്ലാവരുടെയും. തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും നേരം എത്തിയത്. ആ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാകും. സഹപ്രവർത്തകരിൽ ആരാണ് ഇങ്ങനൊരു കാര്യം ആദ്യമായി പറഞ്ഞത് അങ്ങയോട്? അങ്ങും പരിപാടിയിൽ പങ്കെടുക്കാൻ വരണം, പെർഫോം ചെയ്യണമെന്ന്? അത് എൻ്റെ ഇടവ നിൽക്കുന്നവരൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഈ പരിപാടി, സ്റ്റേജ് പരിപാടിയിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞത്. അനീഷ്, അജിത്ത്, പിന്നെ വിനയൻ, ഇവർക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അണ്ണൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കുകയല്ല, സുഖമില്ലാതെ ഇരിക്കുകയില്ല. അപ്പോൾ ഒരു വേദിയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഊർജ്ജമാകുമല്ലോ. ഇപ്പോൾ ഇടംബലം നിൽക്കുന്ന ആളുകളാണ് തനിക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഉല്ലാസ് പന്തളം വീണ്ടും തിരികെ വരിക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചാനൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സ്റ്റേജ് പ്രോഗ്രാം തന്നെയാണ്. സ്റ്റേജ് പരിപാടിക്ക് നമ്മൾ പോകുമ്പോൾ റിഹേഴ്സൽ സമയത്തുണ്ടാകുന്ന കുറേ തമാശകൾ, സ്റ്റേജ് ഷോയിലുണ്ടാകുന്ന കുറച്ച് തമാശകൾ ഇപ്പോൾ എപ്പോഴും പിന്നീട് പറഞ്ഞിരിക്കുന്നതാണ്. വർഷങ്ങളോളം പിന്നീട് അത് നമ്മൾ പറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അണ്ണൻ സൂല ഇരിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഇഷ്ടംപോലെ പ്രോഗ്രാം, വിദേശത്തും നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ആണ് നമുക്ക് സൂല അതൊക്കെ വന്നപ്പോൾ നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ വന്ന് ഇപ്പോൾ അസുഖമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു, അണ്ണാ നമുക്ക് വീണ്ടും ഊർജ്ജസ്വലമായിട്ട് വീണ്ടും നമുക്ക് ഇറങ്ങാം, തിരിച്ചു വരാം, തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് ദൈവം പറഞ്ഞതിന് വിട്ടത് മാറ്റിത്തരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ആളുകൾ വിളിക്കുമ്പോൾ ഉല്ലാസ് പന്തളം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഈ പിന്നെ ഫേസ്ബുക്കിലൂടെ നമ്മൾ പോസ്റ്ററൊക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും ഉല്ലാസ് പന്തളം ഉണ്ട്, പുള്ളി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അസുഖമൊക്കെ മാറിയോ, അദ്ദേഹം വരുന്നുണ്ടോ, അപ്പോൾ നമ്മൾ സ്കിറ്റുകളൊക്കെ പുള്ളിയുടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പ്രതീക്ഷയാണ് അവർക്കും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞതിന് വിട്ട് നമ്മൾ ഈ റിഹേഴ്സലും നമ്മൾ അടുത്ത സ്കിറ്റുകളെക്കുള്ള പ്ലാനിങ്ങും ഒക്കെ നമ്മൾ വളരെ ഇതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രതീക്ഷയോടെയാണ് നമ്മൾ ചെയ്യുന്നത്.
എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും. എല്ലാവരും പ്രോഗ്രാമിൽ വിളിക്കും. കുറേ എൻക്വയറി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പം തിരുവോണം, ഔട്ടം, ചതയം ഒക്കെ ഉള്ള പ്രോഗ്രാം ഡേറ്റുകളായിട്ടുണ്ട്. ഉത്സവ ആ ഒരു മാസങ്ങളിലേക്കുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ തിരുവോണം, ഔട്ടം, ചതയം, പൂരിട്ടാതി ഇത്രയും ഡേറ്റുകളാണ് നിലവിൽ ഇപ്പോൾ ബുക്ക് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, പറഞ്ഞു കേട്ടില്ലേ, ബുക്ക് ചെയ്ത ഡേറ്റുകൾ ഒരു കലാകാരനെ സംബന്ധിച്ച് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നറിയാം, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് വീണ്ടും തിരികെ വരുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറും എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. അത് തന്നെയല്ലേ ഒരു ഊർജ്ജം എന്നുള്ളത്? തീർച്ചയായിട്ടും. ഞാൻ റെസ്റ്റോറൻറ്റ് ഇട്ട്, അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഇട്ട് അത് പൊളിഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ പണിക്ക് തന്നെ പോകുന്നതല്ലേ നല്ലത്, നമുക്ക് അറിയാവുന്ന പണി ചെയ്താൽ മതി, ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരിക്കും കൂടുതൽ കംഫർട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതി ബാക്കി ഡേറ്റുകൾ കൂടി ഒന്ന് ഫില്ല് ചെയ്ത് തരണം. ഓണത്തിൻ്റെ ഞങ്ങളുടെ പരിപാടി സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ അതുകൂടെ ഒന്ന് റെഡിയാക്കി ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങ് പൂർണ്ണ ആരോഗ്യവാനായിരുന്ന സമയത്ത് മലയാളികളെ കൂടെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജിലേക്ക് വീണ്ടും കയറുമ്പോൾ അവരങ്ങനെ ചിരിക്കുമോ എന്നൊരു ആശങ്കയുണ്ടോ? ശരിക്കും അത് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. പഴയ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന ഒരു കോൺഫിഡൻസിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല. അതിപ്പോൾ ആരോഗ്യമുള്ള സമയത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പണ്ടത്തെ സിനിമയിലെ ഫലിതമല്ലല്ലോ ഇപ്പോഴത്തെ സിനിമയിലെ ഫലിതം. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ ഈ ഫലിതത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ സിനിമകളുടെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൻ്റെ തന്നെ ആയാലും സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലെ പ്രോഗ്രാം സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരില്ല, മുന്നോട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് അങ്ങ് അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്ഡേറ്റഡ് ആകണം, അല്ലെങ്കിൽ പറഞ്ഞ ചോദ്യത്തിന് നമുക്കൊരു വെല്ലുവിളിയായിട്ട് നിൽക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് ആ ഒരു വെല്ലുവിളി അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ആ വെല്ലുവിളിയെ താൻ മറികടക്കും, അപ്ഡേറ്റായി തന്നെ താൻ സ്റ്റേജിൽ എത്തുമെന്നാണ് ഉല്ലാസ് പന്തളം വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം പിന്നെ നമ്മളെ വിളിക്കാനിരിക്കുന്ന നമ്മൾ വിളിച്ച ആൾക്കാർ കുറച്ച് സംശയങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് ഉല്ലാസ് പന്തളമൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പരിപാടി ഭയങ്കര ഒരു റേറ്റ് ആയിരിക്കും, അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോടും അങ്ങനെ സംശയമുള്ള ആളുകളോടും പറയാനുള്ളത്, നമുക്കൊരു സാധാരണ ഒരു മിമിക്രി ട്രൂപ്പ് പോകുന്ന അതേ ഒരു റേറ്റ് തന്നെയാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരു ഗാനമേള ഒക്കെ വെക്കുന്ന ആ റേറ്റ് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാം. ഇതൊരു വലിയ മെഗാ ഷോയോ വലിയ പരിപാടിയുടെ ഒരു റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലേ? സാധാരണ ഒരു മിമിക്രി ട്രൂപ്പ് വന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ വാങ്ങുന്ന അത്രയും പൈസ തന്നെ നമ്മൾ ഇതിൽ മേടിക്കുന്നുള്ളൂ. അതും ഒന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. ഉല്ലാസ് പന്തളം അടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ അജിത് ശങ്കർ അങ്ങും ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, വലിയ ആത്മവിശ്വാസമാണ്, വലിയ ഭാഗ്യമാണ്. കാരണം അണ്ണൻ്റെയൊക്കെ പ്രോഗ്രാംസുകളൊക്കെ കണ്ടാണ് നമ്മളൊക്കെ ഈ പരിപാടിയിൽ ഇതായത്. അപ്പോൾ അണ്ണൻ്റെ കൂടെ സ്റ്റേജ് പങ്കിടാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് തന്നെയല്ല എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. അപ്പം നമ്മൾ വിചാരിച്ചു ഈ ഒരു അവസ്ഥയിൽ അണ്ണനെ സ്റ്റേജിലൊക്കെ ഒന്ന് വന്നു പോയാൽ മതി എന്നാണ്. അപ്പം അണ്ണൻ തന്നെ ഇങ്ങോട്ട് പറയുക, എനിക്കത് പറ്റില്ല. കാരണം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നല്ല രീതിയിലൊരു പെർഫോമൻസ് കൊടുക്കണം. അത് ഈ അവസരത്തിലും ഒരു നല്ല കലാകാരൻ്റെ അല്ലെങ്കിൽ പ്രേക്ഷകരോട് ബാധ്യതയുള്ള ഒരു കലാകാരനിലാണ് ഞാനതിൽ കാണുന്നത്. അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം അണ്ണനാണ് പറഞ്ഞത്, ഞാൻ വരുമ്പം എന്തെങ്കിലും ഒരു ഐറ്റം എൻ്റേതായിട്ട് നല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചൊരു സാധനം, അപ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയത് നിങ്ങളുടെ പ്രാർത്ഥനകളും വേദികളുമാണ്. ഉല്ലാസ് പന്തളം എന്ന മഹാനായ കലാകാരൻ വീണ്ടും മിമിക്രി വേദികളിലേക്ക്, സ്കിറ്റ് വേദികളിലേക്കൊക്കെ തിരിച്ചു വരികയാണ്. തന്നെ ഇരു കൈകളും നീട്ടി മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.